ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബിൽസ് ഓഫ് എക്സ്ചേഞ്ചുമായി റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കാണ്. എന്താണ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, അതിനകത്ത് വരുന്ന ഡിഫറെന്റ് ടേംസ്, ഡിസ്കൗണ്ടിങ്, നെഗോഷിയേഷൻ, ഇങ്ങനെ പല ടേംസ് ആണ് നമുക്ക് ഈ ഒരു ഇതിനകത്ത് വരുന്നത്. അതിനു മുമ്പ് ഈ ഒരു ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, നിങ്ങളെല്ലാം കൊമേഴ്സ് അല്ലേ, അതോ വേറെ ആണെന്നോ? അല്ലല്ലോ, കൊമേഴ്സ് അല്ല. ഓക്കെ, എല്ലാവരും കൊമേഴ്സ് ആണ്, നല്ല കാര്യം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്തോ? കൊമേഴ്സ് അല്ല, അല്ല, ഏതായിരുന്നു? എഞ്ചിനീയറിംഗ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പം നമുക്ക് ആ ഒരു ബേസിക് രീതിയിൽ തന്നെ പോവാം. അപ്പം ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പം എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് നമ്മുടെ മൈൻഡിൽ വേണം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. എന്തിനു വേണ്ടിയുള്ള ഡോക്യുമെന്റ്? നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. ആ പൈസ കൊടുക്കാനുണ്ട് എങ്കിൽ നമ്മൾ അത് ഇന്ന ഡേറ്റിനുള്ളിൽ എത്രയാണ് എമൗണ്ട് ഇത് നമ്മൾ കൊടുക്കുമെന്ന് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ഉണ്ട് 1881 ആണ്, 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. ഓർത്തിരിക്കുക, 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പൈസ കൊടുക്കാനുണ്ട് എങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ ക്രെഡിറ്റിൽ ഒരു സാധനം പർച്ചേസ് ചെയ്തു എങ്കിൽ നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എഗ്രിമെന്റ് എഴുതുന്നതാണ് ഈ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് വരും. അതിനകത്ത് ഫസ്റ്റ് ഇതാണ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് നമ്മളിപ്പം പറഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും എന്താണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. എങ്ങനെ? അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു അൺകണ്ടീഷണൽ ഓർഡർ, ഈ ഒരു ഇത്ര കാലങ്ങളിനുള്ളിൽ ഞാൻ ഇത്രമാത്രം പൈസ നിങ്ങൾക്ക് തരാനുണ്ട് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന ആ ഒരു ഷീറ്റ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ സൈൻഡ് ബൈ ദ മേക്കർ. മേക്ക് ചെയ്യുന്ന ആള് സൈൻ ചെയ്തിരിക്കും. ആൻഡ് ഡയറക്ടിങ് എ സർട്ടൻ പേഴ്സൺ ടു പേ സർട്ടൻ സം ഓഫ് മണി ഓൺലി ടു ഓർ ഓർഡർ ഓഫ് സർട്ടൻ പേഴ്സൺ ഓർ ബിയറർ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. ഈ ഒരു ഇൻസ്ട്രുമെന്റ് ബിയർ ചെയ്യുന്ന ആളുടെ കയ്യിൽ, അല്ലെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ആ ഒരു പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡിനുള്ളിൽ പൈസ എന്ത് ചെയ്യണം, നമ്മൾ പേയ്മെന്റ് നടത്തിയിരിക്കണം. അതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 പ്രകാരം സെക്ഷൻ 5 വരുന്നതാണ്. ദെൻ നമുക്ക് ഈ ഒരു ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിന്റെ ഫ്യൂച്ചേഴ്സ് നോക്കാം, അല്ലെങ്കിൽ ഇതിന്റെ സവിശേഷതകളാണ്. ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഡ്രോൺ ചെയ്യുന്നത് ക്രെഡിറ്റർ ആണ്. അദ്ദേഹത്തിന്റെ ഡെപ്റ്ററിന് വേണ്ടി ക്രെഡിറ്റർ ആണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഡ്രോൺ ചെയ്യുന്നത്. സ്പെസിഫൈഡ് സം ഓഫ് മണി, ഞാൻ എത്രമാത്രം പൈസ കൊടുക്കാനുണ്ട് എന്ന് നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് ഓർഡർ ആണ് നമ്മളിവിടെ ഈ ഒരു ഇതിനകത്ത് എഗ്രിമെന്റിനകത്ത് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത്രമാത്രം എമൗണ്ട് ആണ് ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് എന്ന് ഈ ഒരു ഇൻസ്ട്രുമെന്റിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും. ഇറ്റ് കണ്ടെയ്ൻസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ ടു പേ എ സ്പെസിഫൈഡ് എമൗണ്ട്. ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഇവിടെ പറഞ്ഞിരിക്കും. ദെൻ ഇതിനകത്ത് നമ്മൾ പേ ചെയ്യാനുള്ള ആളുടെ നെയിം മെൻഷൻ ചെയ്തിരിക്കും. ആർക്കാണോ നമ്മൾ ഇത് കൊടുക്കാനുള്ള അയാളുടെ നെയിം നമ്മളിത് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും. ആർക്കാണോ കൊടുക്കാനുള്ളത് മാത്രമല്ല, ആരാണോ കൊടുക്കാനുള്ളത് അയാളുടെ പേരും, അത് ബയ്യറിനെയും സെല്ലറിനെയും രണ്ടു പേരുടെയും പേര് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും. മേക്കർ, ഈ ഒരു ബില്ല് ഉണ്ടാക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം, ഇത് സൈൻ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് സിഗ്നേച്ചർ, അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ അതിനകത്ത് ഉണ്ടായിരിക്കണം. ഈ ഒരു ബില്ലിനകത്ത് അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇടേണ്ടതാണ്. നമ്മളെ മീൻസ് ആ ഒരു മേക്ക് ചെയ്യുന്ന ആള്, ബില്ല് ഡ്രോൺ ചെയ്യുന്ന ആള്. ബില്ല് ഡ്രോൺ ചെയ്യുന്ന ആരായിരുന്നു? ക്രെഡിറ്റർ ആയിരുന്നോ ഡെപ്റ്റർ ആയിരുന്നോ? ആരായിരുന്നു? ക്രെഡിറ്റർ ആണ് നമ്മുടെ ഈ ഒരു ബില്ല് എന്ന് പറയുന്നത് ഡ്രോൺ ചെയ്യുന്നത്. അപ്പം ചോദ്യം ചിലപ്പം അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ആരാണ് ബില്ല് ഡ്രോൺ ചെയ്യുന്നത്, ക്രെഡിറ്റർ ആണോ ഡെപ്റ്റർ ആണോ എന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ബില്ല് എന്ന് പറയുന്നത് സൈൻ ചെയ്യണം. ആരാണ് സൈൻ ചെയ്യുന്നത്? ക്രെഡിറ്റർ ആണോ ഡെപ്റ്റർ ആണോ? ക്രെഡിറ്റർ സൈൻ ചെയ്യേണ്ടതാണ്. ദെൻ ഇതിനകത്ത് നമ്മൾ ദിവസം
ഏത് ഡേറ്റിലാണ് ഈ എമൗണ്ട് കൊടുക്കാനുള്ളത് എന്നതും മെൻഷൻ ചെയ്യണം. സ്പെസിഫൈ ദ ഡേറ്റ് ബൈ വിച്ച് ദ എമൗണ്ട് ഷുഡ് ബി പെയ്ഡ്. ഏത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ പേയ്മെന്റ് നടത്തിയിരിക്കും. അതായത് ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്നാണ് ഇതിന് പറയുന്നത്. മെച്യൂരിറ്റി പീരീഡ്, ഈ ഒരു പൈസ അല്ലെങ്കിൽ അതിന്റെ മെച്യൂരിറ്റി എത്തുക. ഈ ബില്ലിനകത്ത് പറഞ്ഞിരിക്കും 3 മാസമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 3 മാസവും ചിലപ്പം അതോടുകൂടി തന്നെ ഒരു 3 ദിവസം ഗ്രേസ് ഡേ എന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതായിരിക്കും അതിന്റെ മെച്യൂരിറ്റി ഡേ. ദെൻ ഇറ്റ് ക്യാൻ ബി പേബിൾ ടു ദ ബെയറർ. ഇത് ബെയറിന് നമ്മൾ പേ ചെയ്യേണ്ടതാണ്. ദെൻ എമൗണ്ട് ഷുഡ് ബി ഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എമൗണ്ട് എന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എമൗണ്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതാണ്. ദെൻ ഇതൊരു റിക്വസ്റ്റ് അല്ല, പകരം എന്താണ്, ഓർഡർ ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ചെറിയ റിക്വസ്റ്റ് അല്ല, ഇതൊരു ഒബ്ലിഗേഷൻ ടു പേ ആണ്. അതായത് നമ്മൾ തീർച്ചയായിട്ടും അടയ്ക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ നമ്മൾ റിക്വസ്റ്റ് ആയിട്ടല്ല ഇത് എഴുതേണ്ടത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു ഓർഡർ ആയിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ദ എമൗണ്ട് സ്റ്റേറ്റഡ് ഓൺ ദ ബിൽ ഷുഡ് ബി പെയ്ഡ് ഓൺ ഡിമാൻഡ് ഓർ എക്സ്പയറി ഓഫ് എ ഫിക്സഡ് ടൈം. അതായത് ഒന്നില്ല എങ്കിൽ നമുക്ക് ഈ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് പറഞ്ഞിട്ടുണ്ട്. ആ മെച്യൂരിറ്റി പീരീഡിന്റെ അവസാനം അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി പീരീഡ് എത്തുന്ന ദിവസം എന്ത് ചെയ്യണം, ഈ ക്രെഡിറ്റർ ഡെപ്റ്ററിന് ഇത് പേ ചെയ്യേണ്ടതാണ്. അത് അല്ല എങ്കിൽ പേ ഓൺ ഡിമാൻഡ്. പേ ഓൺ ഡിമാൻഡ് മീൻസ് ഇത് ഡെപ്റ്ററിന് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് എന്ത് ചെയ്യണം, പേ ചെയ്യേണ്ടതാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന തുക എന്ന് പറയുന്നത് പേ ചെയ്യേണ്ടതാണ്. ദെൻ ഇൻ കേസ് ഇദ്ദേഹത്തിന്റെ കൊടുക്കാനായിട്ട് പൈസ ഇല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ബിൽ ഡിസ്കൗണ്ട് ചെയ്യും. അതായത് വേറൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ വേറൊരു ഒന്നുമില്ല ബാങ്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, അവരുടെ കയ്യിൽ നമ്മൾ ഈ ഒരു ബില്ല് കൊണ്ടുപോയി കൊടുത്ത് സർട്ടൻ ബേസിന്റെ അവരൊരു കമ്മീഷൻ എടുക്കും. ആ കമ്മീഷൻ എടുത്തുകൊണ്ട് നമുക്ക് ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് തരും. അതിനുശേഷം നമുക്ക് പൈസ തരാനുള്ള വ്യക്തി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ബില്ല് മേടിച്ച ആ ഒരു വ്യക്തിക്ക് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇത് പേ ചെയ്യേണ്ടത്. ദെൻ എക്സ്പയറി ഒന്നില്ലെങ്കിൽ എക്സ്പയറി ഓഫ് ദി ഫിക്സഡ് ടൈം, അതുമല്ലെങ്കിൽ പെയ്ഡ് ഓൺ ഡിമാൻഡ് നമ്മൾ ആ ചോദിക്കുന്ന സമയങ്ങളിൽ തിരിച്ചടയ്ക്കേണ്ടതാണ്. ദെൻ ബെനിഫിഷ്യറി ഓഫ് ദി ബില്ല് സ്പെസിഫിക്കേഷൻ ഓർ ഡെഫിനറ്റ് ഓർഡർ. നമ്മൾ ഈ ഇപ്പം പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. ആരുടെ പേരിലാണോ ഈ ബില്ല് എഴുതിയിരിക്കുന്നത് അയാൾക്കായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, എമൗണ്ട് പേ ചെയ്യേണ്ടത്. ഇനി ഇതിനകത്ത് വരുന്ന ഡിഫറെന്റ് പാർട്ടീസ് ടു എ ബിൽ എക്സ്ചേഞ്ച്. കോമൺലി നമുക്ക് 3 പാർട്ടീസ് ആണ് വരുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതുകൊണ്ട് കുറച്ചധികം പാർട്ടീസിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് പക്ഷെ ഇപ്പം പറയുന്നത് ഒരു ഈ ടോപ്പിക് മീൻസ് ഈ ഒരു ഏരിയ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മളിത് ഇന്ന് തന്നെ പറയുന്നതായിരിക്കും. സോ ഫസ്റ്റ് പാർട്ടിയാണ് ഡ്രോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും, ക്രെഡിറ്റർ ആണ്. നമ്മൾ പറഞ്ഞ ക്രെഡിറ്റർ ആണ് ഇവിടെ ഡ്രോയർ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹമായിരിക്കും ഈ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് റൈറ്റ് ചെയ്യുക മീൻസ് മേക്ക് ചെയ്യുന്നു. അദ്ദേഹമായിരിക്കും ഇതിന്റെ ക്രിയേറ്റർ. അദ്ദേഹമായിരിക്കും എന്ത് ചെയ്യുന്ന, അദ്ദേഹമായിരിക്കും ബയർ. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വസ്തു മേടിച്ചു, അതിന് നമ്മുടെ അദ്ദേഹത്തിന് തരാൻ പൈസ ഇല്ലാത്ത സിറ്റുവേഷനിൽ അദ്ദേഹം എന്തെഴുതും, ഈ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ റൈറ്റ് ചെയ്യും. ദെൻ ഇദ്ദേഹം ഓൾവേസ് ക്രെഡിറ്റർ ആയിരിക്കും, നമ്മുടെ കയ്യിൽ നിന്നും ക്രെഡിറ്റിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ആളാണ്. Then Roy is a person upon whom the bill is drawn. ആരുടെ പേരിലാണോ ഈ ഒരു ബില്ല് എഴുതിയിരിക്കുന്നത് ഇദ്ദേഹമായിരിക്കും ഇതിന്റെ ഡെപ്റ്റർ എന്ന് പറയുന്നത്. ഡെപ്റ്റർ മീൻസ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. അപ്പം ഈ ബില്ല് എന്ത് ചെയ്യണം, ഡ്രോയിയുടെ കയ്യിൽ നിന്നും സൈൻ ചെയ്യേണ്ടതാണ്. ദെൻ അടുത്താണ് അക്സെപ്റ്റർ. ഈ അക്സെപ്റ്റർ എന്ന് പറയുന്നത് ആരാണ്, ജനറലി ഡെപ്റ്റർ തന്നെയാണ് ഈ അക്സെപ്റ്റർ ആയിട്ട് നമ്മൾ പറയുന്നത്. മുകളിൽ പറഞ്ഞ ആ ഒരു ഡെപ്റ്റർ തന്നെയാണ് ഇവിടെ അക്സെപ്റ്റർ. അദ്ദേഹമായിരിക്കും ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. നോർമലി ഡ്രോയി ആൻഡ് അക്സെപ്റ്റർ ആർ ദ സെയിം പാർട്ടി. ഡ്രോയിയും അക്സെപ്റ്റർ എന്ന് പറയുന്നത് സെയിം പാർട്ടി ആയിരിക്കും. അപ്പം അടുത്ത താഴെയുള്ളതാണ് പെയ് എന്ന് പറയുന്നത്. പെയ് എന്ന് പറയുന്നത് ആയിരിക്കും,
ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നെയിം മെൻഷൻ ചെയ്തിരിക്കുന്ന വ്യക്തിയായിരിക്കും. സോ ഡ്രോയറും പേയും ഒരാൾ തന്നെ ആയിരിക്കും. നമുക്ക് ഇത് കഴിഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പോർഷൻ വരുന്നുണ്ട്. ഇനി ടൈപ്സ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ടൈപ്സ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഏതൊക്കെ രീതിയിലുള്ള ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ബില്ലാണ് ഡോക്യുമെന്ററി ബില്ല്. ഡോക്യുമെന്ററി ബില്ല്, ഇവിടെ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെലവെന്റ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നതിന് അല്ലെങ്കിൽ ഈ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന റെലവെന്റ് ഡോക്യുമെന്റ്സ് ഇവിടെ ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ ആ ഒരു സെയിലിന്റെ ജെനുവിനെസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷന്റെ ജെനുവിനെസ്സിനെയാണ് റിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്ന, അംഗീകരിക്കുന്നത്. അപ്പം ഡോക്യുമെന്ററി ബില്ല് എന്ന് പറയുമ്പോൾ റെലവെന്റ് ഡോക്യുമെന്റ്സ്, എന്തിനു വേണ്ടിയുള്ള റെലവെന്റ് ഡോക്യുമെന്റ്സ്? ഈ ഒരു സെയിൽ, പർട്ടിക്കുലർ സെയിൽ നടന്നു എന്നതിനുള്ള ജെനുവിനെസ്, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ നടന്നിട്ടുണ്ട്, ആരൊക്കെ തമ്മിൽ? സെല്ലറും ബയ്യറും തമ്മിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, എവിഡൻസ് അവിടെ ഉണ്ടായിരിക്കും. ഡോക്യുമെന്റ് മേ ഇൻക്ലൂഡ് ബട്ട് നോട്ട് റെസ്ട്രിക്ട് ടു ഇൻവോയ്സ്. ഇവിടെ ഇൻവോയ്സോ റിസീപ്റ്റ്സോ ബിൽ ഓഫ് ലേഡിങ്ങോ റെയിൽവേ ബിൽസോ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽസ്, അതായത് ഈ ബിൽസ് ഒക്കെയാണ് നമ്മൾ സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് പറയുന്നത്. ഈ എവിഡൻസ് കാര്യങ്ങൾ ഇവിടെ വിസിബിൾ ആയിരിക്കും, അല്ല എങ്കിൽ ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് ഡോക്യുമെന്ററി ബില്ല്. ഓർത്തിരിക്കുക, ഡോക്യുമെന്ററിയിൽ ഓർത്തിരിക്കണം. ദെൻ സെക്കൻഡ് ആണ് ഡിമാൻഡ് ബില്ല്. ഡിമാൻഡ് ബില്ല് മീൻസ് ഈ ബില്ല് പേ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏതൊക്കെ സമയത്താണ് നമ്മൾ ഈ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊടുക്കേണ്ടത്. ഒന്നില്ല എങ്കിൽ എക്സ്പയറി ഓഫ് ദി ബില്ലിന്റെ സമയത്തും, അല്ല എങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന സമയത്തും. അപ്പം ഈ ഡിമാൻഡ് ബിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പേബിൾ വെൻ ഇറ്റ് ഇസ് ഡിമാൻഡഡ്. ഇത് എപ്പം ഡിമാൻഡ് ചെയ്യുന്നോ ആ സമയത്ത് നമ്മൾ പേ ചെയ്യേണ്ടതാണ്, ഇദ്ദേഹം പേ ചെയ്യേണ്ടതാണ്. ഇവിടെ ഒരു ഫിക്സഡ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഉണ്ടായിരിക്കില്ല. ഒരു ഫിക്സഡ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഉണ്ടായിരിക്കില്ല. പകരം എന്താണ്? എപ്പോഴാണോ ഇത് പ്രസന്റ് ചെയ്യുന്നത്, നമുക്ക് എപ്പോഴാണോ പൈസ ആവശ്യമുള്ളത്, നമ്മൾ എപ്പോഴാണോ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊണ്ടുപോയി കൊടുക്കുന്നത്, ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് കിട്ടണം? ഇതിന്റെ പേയ്മെന്റ് കിട്ടേണ്ടതാണ്. ദ ബിൽ ഹാസ് ടു ബി ക്ലിയർ വെൻ എവർ പ്രസന്റഡ്. ഈ ബില്ല് പ്രസന്റ് ചെയ്യുന്നു, നമ്മൾ കൊണ്ട് പ്രസന്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ പേയ്മെന്റ് ലഭിച്ചിരിക്കണം. അതാണ് ഡിമാൻഡ് ബില്ല് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് യൂസൻസ് ബില്ല്. ഇതിനെ നമ്മൾ ടൈം ബില്ല് എന്നും വിളിക്കാറുണ്ട്. ടൈം ബില്ല്. ഈ ഒരു ബില്ലിനകത്ത് എന്തുണ്ടായിരിക്കും? ഡിമാൻഡ് ബില്ലിനകത്ത് ഇല്ലാത്തൊരു കാര്യം ഈ ഒരു ബില്ലിനകത്ത് ഉണ്ടായിരിക്കും. ഇവിടെ എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഡേറ്റ് എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്യും, അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ പേയ്മെന്റിന്റെ ടൈം പീരീഡ് ഇവിടെ എന്ത് ചെയ്യുന്നതാണ്? സ്പെസിഫൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ടൈം ബില്ല് എന്ന് വിളിക്കാൻ സാധിക്കും. ടൈം ബൗണ്ട് ബില്ലാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഗിവൻ ടൈം പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പേയ്മെന്റ് നടത്തേണ്ടതാണ്. അപ്പൊ ഡിമാൻഡ് ബില്ലിൽ എന്തുണ്ടായിരിക്കില്ല? ഫിക്സഡ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഉണ്ടായിരിക്കില്ല. പക്ഷേ യൂസൻസ് ബില്ല് അല്ലെങ്കിൽ ടൈം ബില്ല് എന്തുണ്ടായിരിക്കും? ഫിക്സഡ് ഡേറ്റ് ഉണ്ടായിരിക്കും. ആ ഒരു പറഞ്ഞിരിക്കുന്ന ടൈം മെൻഷൻ, ഒരു സ്പെസിഫിക് ടൈം ഇവിടെ മെൻഷൻ ചെയ്തിരിക്കും. അപ്പൊ ആദ്യത്തെ ഇതാണ് ഡോക്യുമെന്ററി ബില്ല്. ഡോക്യുമെന്ററി ബില്ലിനകത്ത് എന്തുണ്ടായിരിക്കും? നമ്മുടെ സെയിൽ ഓർ ട്രാൻസാക്ഷൻ, അതിന്റെ ജെനുവിനിറ്റിയെ അറിയിക്കാനായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഇതാണ് ഡിമാൻഡ് ബില്ല്. ഡിമാൻഡ് ബില്ലിനകത്ത് എന്തുണ്ടായിരിക്കും? ഡിമാൻഡ് എന്തുണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് ആ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ക്ലിയർ ചെയ്ത് കിട്ടണം. ക്ലിയർ ചെയ്ത് കിട്ടുക മീൻസ് പേയ്മെന്റ് നമുക്ക് ലഭിക്കണം. യൂസൻസ് ബില്ല് അല്ലെങ്കിൽ ടൈം ബില്ല്, ഈ ടൈം ബില്ലിനകത്ത് എന്തുണ്ടായിരിക്കും? ഒരു പർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നത് മെൻഷൻ ചെയ്യും. പക്ഷെ ഡിമാൻഡ് ബില്ലിനകത്ത് പർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നത് മെൻഷൻ ചെയ്യുന്നതല്ല. നെക്സ്റ്റ് ബില്ലാണ് ഇൻലാൻഡ് ബില്ല്. ഇൻലാൻഡ് ബില്ല് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഇപ്പൊ എന്താണെന്ന് പറയാം. ഇത് ഒരു രാജ്യത്തിനകത്ത് മാത്രം, പേബിൾ ഇൻ ഓൺലി വൺ കൺട്രി, ഒരു കൺട്രിക്കകത്ത് മാത്രം, അല്ലെങ്കിൽ ഒരു നാഷണൽ ബൗണ്ടറീസ് ഇവിടെ ഉണ്ടായിരിക്കും. ഒരു രാജ്യത്തിനകത്ത് മാത്രമായിരിക്കും ഇത് ഉണ്ടാവുക. നമുക്ക് പേ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ ഒരു ബില്ല് പേയബിൾ ആയിട്ടുള്ളത് വേറെ ഫോറിൻ കൺട്രീസിലൊന്നും നമുക്ക് ഇത് എന്ത് ചെയ്യാൻ സാധിക്കുന്നതല്ല, നമുക്ക് പേ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇത് ഫോറിൻ ബില്ല് എന്ന് പറയുന്ന ബില്ലുണ്ട്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇൻലൈൻ ബില്ല് എന്ന് പറഞ്ഞത് പേയബിൾ ഓൺലി ഇൻ വൺ കൺട്രി, ഒരു കൺട്രിയിൽ മാത്രമായിരിക്കും പേ ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്ലീൻ ബില്ല്.
ക്ലീൻ ബില്ല് മീൻസ് നമ്മൾ ആദ്യം പറഞ്ഞ ഏതായിരുന്നു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഉള്ള ബില്ലിന് പറഞ്ഞ പേരെന്താ? ആരിൽ നിന്ന് പറഞ്ഞേ? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഉള്ള ബില്ലിന് പറയുന്ന പേരെന്താ? ഡോക്യുമെന്ററി. ഡോക്യുമെന്ററി ബില്ല്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ എന്തുണ്ടായിരുന്നു? നമുക്കൊരു സപ്പോർട്ടിംഗ് എവിഡൻസ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ക്ലീൻ ബില്ലിനകത്ത് ഈ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ബിൽസ് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞ ഡോക്യുമെന്ററി ബില്ലാവട്ടെ, ഡിമാൻഡ് ബില്ലാവട്ടെ, യൂസർ ബില്ലാവട്ടെ, ഇൻലൈൻ ബില്ലാവട്ടെ, ഈ ബില്ലുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ക്ലീൻ ബില്ലിന് എന്തായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ബാക്കിയുള്ള ബില്ലുകളെ വെച്ച് നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുള്ള ബില്ല് എന്ന് പറയുന്നത് ഈ ഒരു ക്ലീൻ ബില്ല് ആയിരിക്കും. ഇൻലൈൻ ബില്ല് എന്ന് പറയുന്നത് ഓൺലി പേബിൾ ഇൻ വൺ കൺട്രി ആണ്. ക്ലീൻ ബില്ല് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൂഫ് ഓഫ് ഡോക്യുമെന്റ് ഉണ്ടായിരിക്കില്ല, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഫോറിൻ ബില്ല്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻലൈൻ ബില്ലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഫോറിൻ ബില്ല്, അല്ലെങ്കിൽ ഫോർ ബില്ലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻലൈൻ ബില്ല്. ഈ ഒരു ബില്ല്, അപ്പം ഇൻലൈൻ ബില്ല് എന്ന് പറഞ്ഞ് ഇൻസൈഡ് ദ ഇന്ത്യ ആണ് പേയ്മെന്റ് നടത്തുന്നത്. അപ്പം ഫോറിൻ ബില്ല് ഇപ്പൊ എന്തായിരിക്കും? ഔട്ട്സൈഡ് ദ ഇന്ത്യ ആയിരിക്കും പേയ്മെന്റ് നടത്തുന്നത്. എ ബിൽ ദാറ്റ് ക്യാൻ ബി പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഇസ് ടേംഡ് ആസ് ഫോറിൻ ബില്ല്. അപ്പം രണ്ട് രീതിയിലുള്ള ഫോറിൻ ബില്ലായിരിക്കും, അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള എക്സാമ്പിൾസ് ആയിരിക്കും ഈ ഫോറിൻ ബില്ലിന് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് എക്സ്പോർട്ട് ബില്ലും, രണ്ട് ഇമ്പോർട്ട് ബില്ലും. എക്സ്പോർട്ട് ബില്ല് ആൻഡ് ഇമ്പോർട്ട് ബില്ല്. ഫസ്റ്റ് എക്സ്പോർട്ട് ബില്ല് എന്താണെന്ന് നോക്കുക. എ ബിൽ ഡ്രോൺ ഫോർ എ പാർട്ടി ഔട്ട്സൈഡ് ഇന്ത്യ വിച്ച് ഈസ് ഡ്രോൺ ബൈ ദ എക്സ്പോർട്ടർ ഇസ് ടേംഡ് ആസ് ആൻ എക്സ്പോർട്ട് ബിൽ. ഈ ഒരു ബില്ല് ഡ്രോ ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ഒരു പാർട്ടിക്ക് വേണ്ടിയാണ്. which is drawn by an exporter is termed as export bill. Then import bill എന്താണെന്ന് നോക്കുക. ഈ ഒരു ബില്ല് എന്തായിരിക്കും? ഡ്രോൺ ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ തന്നെ ആയിരിക്കും ഡ്രോൺ ചെയ്തിരിക്കുന്നത്. ആരായിരിക്കും ഡ്രോൺ ചെയ്യുന്നത്? എക്സ്പോർട്ടർ ആയിരിക്കും ഡ്രോൺ ചെയ്യുന്നത്. ദെൻ ബിൽ ഈസ് ഇഷ്യൂഡ് ഫോർ ഇന്ത്യൻ ഇമ്പോർട്ടേഴ്സ്. ഇത് ഇന്ത്യൻ ഇമ്പോർട്ടേഴ്സിന് വേണ്ടിയായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ എക്സ്പോർട്ട് ബില്ല് ആർക്ക് വേണ്ടിയായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്? എക്സ്പോർട്ടേഴ്സിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരുന്ന, ഇന്ത്യയിലല്ല, ഇന്ത്യയിൽ വെളിയിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ നിന്നുള്ളതാണ് എക്സ്പോർട്ട് ബില്ല് എന്ന് പറയുന്നത്. അപ്പം എക്സ്പോർട്ട് ബില്ല് എന്ന് പറയുന്നത് രണ്ടും ഡ്രോൺ ചെയ്യുന്നത് എവിടെ വെച്ചായിരിക്കും? ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കും. എ ബിൽ ഇസ് ഡ്രോൺ ഫോർ എ പാർട്ടി ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യയിലെ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മളായിരിക്കും എന്ത് ചെയ്യും? എക്സ്പോർട്ട് ബില്ല് ഡ്രോൺ ചെയ്യും. ദെൻ ഇമ്പോർട്ട് ബില്ല് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്, എക്സ്പോർട്ടർ ആയിരിക്കും ഡ്രോൺ ചെയ്യുന്നത്. ദെൻ അക്കോമഡേഷൻ ബില്ല് എന്ന് പറയുന്നത് യാതൊരു രീതിയിലുള്ള കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ ഈ ഒരു ബില്ല് സ്പോൺസർ ചെയ്യുകയോ ഡ്രോൺ ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ അങ്ങനെ വിളിക്കുന്ന ബില്ലിന് പറയുന്ന പേരാണ് അക്കോമഡേഷൻ ബില്ല്. എ ബിൽ ദാറ്റ് ഈസ് സ്പോൺസർഡ് ഡ്രോൺ അക്സെപ്റ്റഡ് വിത്തൗട്ട് എനി കണ്ടീഷൻ. യാതൊരു രീതിയിലുള്ള കണ്ടീഷൻസും ഇല്ലാതെ ഈ ഒരു ബില്ല് സ്പോൺസർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡ്രോൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നു, അങ്ങനെയുള്ള ബില്ലുകളെ വിളിക്കുന്ന പേരാണ് അക്കോമഡേഷൻ ബില്ല് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ട്രേഡ് ബില്ല്. ട്രേഡ് പർപ്പസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബില്ലാണ് ട്രേഡ് ബില്ല് എന്ന് പറയുന്നത്. ഈ ഒരു ബില്ല് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്ത് വരുന്നത് ഇന്റർനാഷണൽ ട്രേഡിംഗ് ആണ്. അതായത് വിത്തിൻ ദ നാഷണൽ ബൗണ്ടറീസ് അല്ല, നാഷണൽ ബൗണ്ടറീസ് ഇല്ലാതെ നമ്മൾ ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്തുന്ന സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബില്ലാണ് ഈ ഒരു ട്രേഡ് ബില്ല് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സപ്ലൈ ബില്ല്. ഈ ഒരു ബില്ല് ഡ്രോൺ ചെയ്യുന്നത് ആരായിരിക്കും? ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഡ്രോൺ ചെയ്യുന്നത്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ബില്ല് ഡ്രോൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബില്ലിനെ വിളിക്കുന്ന പേരാണ് സപ്ലൈ ബില്ല് എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് ഒരു കോൺട്രാക്ടറോ അല്ലെങ്കിൽ സപ്ലയറോ ആയിരിക്കും ഈ ഒരു ബില്ല് ഡ്രോൺ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ് നോക്കുക. സപ്ലൈ ബില്ലിന്റെ ഒബ്ജക്റ്റീവ് നോക്കുക. ഒബ്റ്റെയിൻ ക്യാഷ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഗെയിൻ പെൻഡിങ് പേയ്മെന്റ്സ് ടു മീറ്റ് ദ ഫിനാൻഷ്യൽ നീഡ്സ്. നമ്മുടെ ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും പെൻഡിങ് പേയ്മെന്റ്സ് ഉണ്ട് എങ്കിൽ ആ ക്യാഷ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയായിരിക്കും ഈ ഒരു സപ്ലൈ ബില്ല് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്. ഗവൺമെന്റ് സാധാരണ ഇങ്ങനെയുള്ള ബില്ല് കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാറില്ല.
പക്ഷേ ബട്ട് ദേ ആർ എലിജിബിൾ, ഈ ഒരു ബില്ല് ഉണ്ട് എങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്നും ക്യാഷ് ലോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ സപ്ലൈ ബില്ല് ഉണ്ട് എങ്കിൽ. ദെൻ നെക്സ്റ്റ് ആണ് ഫിക്റ്റീഷ്യസ്